എന്ന് മാത്രമല്ല ഇവിടെ പ്രധാനമായും ശ്രീ ഘടകകക്ഷികൾ എം പ്രകാശ് മാസ്റ്റർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമുക്കറിയാം, നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് മറുകണ്ഠം ചാടിയത്, ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് മറുകണ്ഠം ചാടിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട എം പിമാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നാണ് ആ ഘട്ടത്തിൽ വന്നുള്ള വാർത്ത. നിതീഷ് കുമാർ അതിൻ്റെ കൺവീനറാകാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. NDA തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്, BJP തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് ജയിക്കണമെങ്കിൽ NDAയിൽ ചേരുന്നതാണ് നല്ലത് എന്നുള്ള എം പിമാരുടെ സമ്മർദ്ദം എന്നതായിരുന്നു. രണ്ട്, TDPയെ സംബന്ധിച്ചിടത്തോളമാണ് അധികാരത്തിൽ നിന്ന് ഏറെക്കാലമായി പിന്നിലാണ്. ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രാദേശിക കക്ഷിയെയും BJPയെയും ഒപ്പം കൂട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പ്രകാശ് മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ ഈ നരേന്ദ്രമോദി ആരാണ് അല്ലെങ്കിൽ അമിത്ഷാ ആരാണെന്നറിയാം. അവരിപ്പോൾ നല്ല അവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് പാർട്ടികളാണ്. ഈ രണ്ട് നേതാക്കൾ പഴയ സ്വഭാവം മാറ്റി അല്ലെങ്കിൽ പഴയ രീതി മാറ്റി ജനാധിപത്യപരമായ രീതി, പണ്ട് വാജ്പേയി എങ്ങനെയാണോ NDA നയിച്ചത് അതുപോലെ നയിക്കും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടാവുമോ? മാത്രമല്ല, അവരിപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ, ഒന്ന് ഈ ജാതി സംവരണം, അത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ ജാതി സെൻസസും ജാതി സംവരണം എന്നുള്ളത്. മറ്റൊന്ന് ഈ പട്ടാളക്കാരുടെ വിഷയമാണ്. ഇത് രണ്ടും പ്രതിപക്ഷം ഉന്നയിച്ച വിഷയമാണ്. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം ആദ്യ ഭരണകാലഘട്ടത്തിൽ തന്നെ NDAക്ക് BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് നടപ്പിലാക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേടായി മാറില്ലേ? അപ്പോൾ ഈ ഒരു അന്തർ സംഘർഷങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്? എനിക്ക് ഈ സംഘർഷങ്ങൾ പരിഹരിക്കാൻ മോഡിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ മോഡി കൊണ്ട് BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് CNews കൊടുത്തുള്ള ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ പിന്നെ ഈ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വന്ന സമയത്തുള്ള മോഡി അല്ല കാണാൻ പറ്റുക. സോണിയാഗാന്ധിയൊക്കെ സോണിയാജി എന്നൊക്കെ വിളിച്ച് വളരെ ബഹുമാനത്തോടു കൂടി വളരെ ലോജിക്കലായി സംസാരിക്കുന്ന ഒരു മോഡിയെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ നമുക്കൊന്നും കണ്ടുപരിചയമുള്ള മോഡി അതല്ല. ഇതൊക്കെ നമ്മൾ പിന്നെ പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ് ഈ ഇൻ്റർവ്യൂ ഒക്കെ പിന്നെ കണ്ടിട്ടുള്ളത്. ആ മോഡി എന്ന് വെച്ചാൽ മിയാ മുഷറഫ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വർഗീയ വശം വിദ്വേഷമൊക്കെ ചീറ്റുന്ന രീതിയിലാണ് ആദ്യ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. ഈ ഇലക്ഷൻ സമയത്തും ഒരു പ്രതിസന്ധി വരുമെന്ന് തോന്നിയ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ ഇത് രണ്ടും അദ്ദേഹത്തിന് വഴങ്ങും എന്നുള്ളതാണ്. ഏതാണോ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഗുണം ചെയ്യുക അത് അദ്ദേഹം എടുക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഈ ആ രീതിയിലുള്ള പരാമർശങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇത്തവണ ഭരണഘടന കഴിഞ്ഞ ഫസ്റ്റ് തവണ ആദ്യം പ്രധാനമന്ത്രിയായ സമയത്ത് പാർലമെന്റിന്റെ മുന്നിലായിരുന്നു മുട്ടുകുത്തിയത്. ഇത്തവണ ഭരണഘടനയുടെ മുന്നിൽ മുട്ടുകുത്തുന്ന ഒരു മെസ്സേജാണ്. അതുപോലെ ഫെഡറലിസത്തെ പറ്റി സംസാരിക്കുന്നു, NDA സഖ്യം എന്ന് ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ അതിന് മാനസികമായി തന്നെ തയ്യാറെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തത് നികേഷിൻ്റെ കാര്യത്തിൽ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ നിതീഷ് കുമാറിന് വേണ്ടത് കൂടുതൽ ഫണ്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വേറെ കാര്യങ്ങൾ, ആ നാടിൻ്റെ വികസനം അങ്ങനെ തന്നെ എന്താ പറയുക ജനങ്ങൾ കൊടുത്ത പ്രോമിസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഫണ്ട് മുമ്പും പ്രത്യേക പിന്നെ പാക്കേജിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. അത് കൂടുതൽ ഫണ്ട് നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും. പിന്നെ ഈ പറയുന്ന അഗ്നിവീർ, ഈ രണ്ട് പ്രോബ്ലം ഉണ്ട്. അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അത് എത്ര പെട്ടെന്ന് പരിഹരിക്കപ്പെടും എനിക്ക് തോന്നുന്നു. കാരണം അവിടുത്തെ ആളുകൾ ഈ BJP സഖ്യത്തിനും NDA സഖ്യത്തിനും JDUവിനൊക്കെ വോട്ട് ചെയ്യുന്നത് ഈ പിന്നെ അഗ്നിവീറൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ. അഗ്നിവീർ മാറ്റുമെന്ന് പറയുന്ന കോൺഗ്രസിനെക്കാട്ടും അവർ പ്രിഫർ ചെയ്തത് ഈ ഒരു സഖ്യത്തെയാണ്. അതുകൊണ്ട് അത് വലിയൊരു തലവേദന ആവും എന്ന് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ കാര്യത്തിലാണ്. ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ലൈഫ് കിട്ടിയത് തന്നെ BJP ആയിട്ടുള്ള ഒരു സഖ്യത്തിലൂടെയാണ്. മുമ്പ് നമുക്കൊക്കെ അറിയാം 90s ഇയാൾ കിങ് മേക്കർ കളിച്ച് നടക്കുകയായിരുന്നു. ഒരു കാരണവശാലും BJP തൊടില്ല എന്നൊക്കെ പറഞ്ഞ് രാകേഷ് സിംഗിൻ്റെ കൂടെയൊക്കെ ഡയലോഗ് അടിച്ച് രായ്ക്ക് BJPയിലേക്ക് മാറിയ ആളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ മാറാനുള്ള ആരോഗ്യമില്ല, പ്രായമായി. മാത്രമല്ല കേസുകളൊക്കെ അവിടെ തന്നെ വേറെ കേസുകളുണ്ട്. പിന്നെ ഇതിനെല്ലാം കർട്ടന് പിന്നിൽ ഡോവൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ചീഫായിരുന്നു. അപ്പോൾ പണ്ടത്തെ പോലെ ഈ ഡോവലിനെ ഒന്ന് മറികടന്നുകൊണ്ട് ആടാൻ ചന്ദ്രബാബു നായിഡുവിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ മുമ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കണ്ടിട്ടുള്ള BJPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കണ്ടിട്ടുള്ള നികേഷിനൊക്കെ ഒരു പക്ഷേ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഡൽഹിയിലൊക്കെ ഉണ്ടായതാണല്ലോ. ആ ഒരു നരേന്ദ്രമോദി ആയിരിക്കും ഇനി പ്രധാനമന്ത്രിയായി നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. Debate with MV Nikesh Kumar.